ആദിവാസി മേഖലയായ പന്നിയൂർ റേഞ്ചിലേക്കുള്ള ആ ട്രാൻസ്ഫർ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ഉത്തരവാദിത്തമുള്ളൊരു ഫോറസ്റ്റ് ഓഫീസർ എന്ന നിലയിൽ ജോയിൻ ചെയ്യുക എന്നതല്ലാതെ മറ്റു വഴികളില്ലായിരുന്നു. വിമലിന് വെക്കേഷനായിരുന്നതിനാൽ ഞാനും കൃഷ്ണയും അവനോടൊപ്പം തന്നെ യാത്ര തിരിച്ചു. പുതിയ റേഞ്ചിൽ ജോയിൻ ചെയ്ത് 1-2 ആഴ്ചയ്ക്ക് ശേഷം ലീവെടുത്ത് പെരുമ്പാവൂരിലെ വീടിനടുത്തുള്ള ഏതെങ്കിലും റേഞ്ചിലേക്ക് ട്രാൻസ്ഫറിന് ശ്രമിക്കാമെന്ന് തീരുമാനിച്ചായിരുന്നു ഒരു പിക്നിക് മൂഡിലുള്ള ആ യാത്ര. കാളിയാർ വരെ കാറിലും അവിടെ നിന്ന് ദുർഘടം പിടിച്ച കാട്ടുപാതയിലൂടെ ഡിപ്പാർട്ട്മെന്റ് ജീപ്പിലുമായി ഞങ്ങൾ യാത്ര തുടർന്നു. നമസ്കാരം സാർ. ഇന്നലെ മുതലേ രാജീവ് സാർ വരുന്ന പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞങ്ങൾ. സാറിന്റെ ലഗേജൊക്കെ എടുത്ത് വെക്ക്, കോച്ച് തരേ, പെട്ടെന്ന് പോ. സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിലും ബുദ്ധിമുട്ടുകൾക്ക് യാതൊരു കുറവുമില്ല. നന്നാട്ടെ ബാമുവിനെ. പഴയ ക്വാർട്ടേഴ്സാ, ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലായിടവും വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ ആൻഡപ്പൻ, ഇവിടുത്തെ ചീഫ് കുക്കാ. ചീഫ് കുക്ക് മാത്രമല്ല സാറേ, ഇവിടുത്തെ അസിസ്റ്റന്റ് കുക്കും ക്ലീനറും സപ്ലയറും എല്ലാം ഇയാള് തന്നെയാ. സാറേ, ഒരാള് വന്ന് കയറുന്നതിന് മുമ്പ് തന്നെ ആൻഡപ്പനെ പാര വെക്കല്ലേ, എന്റെ കൺട്രോള് തെറ്റും. യോ, കൺട്രോള് പോലെ എന്റെ അമ്മോ. കേട്ടോ സാറേ, ആൻഡപ്പന് കൺട്രോള് പോയാൽ കറിയിൽ നിറച്ചുപ്പായിരിക്കും, ഒരു വക വായിലേക്ക് വെക്കാൻ കൊള്ളത്തില്ല. അത് കൊള്ളാം. കറിയിൽ ഉപ്പ് വാരിയിട്ടിട്ടാണോ ആൻഡപ്പൻ പ്രതികാരം തീർക്കുന്നത്? പ്രതികാരം തീർക്കുന്നൊന്നും അല്ല സാറേ, ഞാൻ പോലും അറിയാതെ ചെയ്തു പോകുന്നതാ. ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, എല്ലാവരും പറയുന്നത് എൻ്റെ ഉപബോധ മനസ്സാ ഉപ്പിടുന്നെന്ന്. എത്ര ചികിത്സ കഴിഞ്ഞോ, പക്ഷെ കൺട്രോൾ പോകുന്നതേ എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. സ്വയബോധം വരുമ്പോൾ കറി മുഴുവനും ഉപ്പായിരിക്കും. അപ്പൊ പിന്നെ വിളമ്പുന്നതിന് മുമ്പ് അത് മാറ്റി വേറെ കറി വെച്ചാ പോരെ? സ്വബോധം വന്ന സ്ഥിതിക്ക് നല്ല കറി ഉണ്ടാക്കാമല്ലോ. അതെങ്ങനാ സാറേ, കസ്റ്റമർ പിടിച്ച് കരണത്തൊന്ന് പൊട്ടിക്കുമ്പോഴല്ലേ സ്വബോധം വരൂ. സാറ് പണ്ട് പത്രത്തിൽ വായിച്ചു കാണും, നമ്മുടെ മുൻ മുഖ്യമന്ത്രി കരച്ച തേങ്ങാ ചമ്മന്തിയിൽ ഉപ്പ് കൂടിയ വാർത്ത ആ കക്ഷിയായത്. ശരിയാ സാറേ, സസ്പെൻഷൻ ഓർഡർ അടിച്ച് കൈ കിട്ടിയപ്പോഴാ എനിക്ക് സ്വബോധം ഉണ്ടായത്. അപ്പോ വലിയ വലിയ ആൾക്കാർക്കൊക്കെ ഉപ്പ് വിളമ്പിയ കക്ഷിയാ ഞങ്ങൾക്ക് കുക്ക് ചെയ്ത് തന്നെന്ന് നാട്ടിൽ ചെല്ലുമ്പോ പറയാം, അല്ലേ രാജുവേട്ടാ? ഈ കഴിക്കാൻ എന്താ വേണ്ടതെന്ന് സാർ പറഞ്ഞില്ലല്ലോ. മോനെ അങ്കിൾ ഇപ്പൊ തന്നെ ചിക്കൻ മേടിച്ച് വെച്ചേരാം കേട്ടോ. എവിടുന്ന്? താഴേക്ക് ഇറങ്ങിയോ? ഭക്ഷണം റെഡി ആവണമെങ്കിൽ പാതിരാത്രിയാവും. ഇല്ലില്ല, കൂടി വന്നാൽ ഒരു 25 മിനിറ്റ് അതിനകം ഞാൻ ഉണ്ടാക്കി തരാം. ഇവിടുന്ന് വണ്ടിയിൽ താഴേക്ക് ചെല്ലാൻ എടുക്കും 20 മിനിറ്റ്. പിന്നെ അതൊന്നുമില്ല സാറേ, ഞങ്ങൾക്ക് ഇവിടെ ഒരു എക്സ്പ്രസ് സർവീസ് ഉണ്ട്, സാറ് കണ്ടോ? ഒരു മണിക്കൂറായാലും കിട്ടില്ലെന്ന് പറഞ്ഞ ചിക്കൻ ദേ അടുപ്പിക്കിടന്ന് മൊരിയണ മണം വന്നു തുടങ്ങി. ആൻഡപ്പന്റെ ചിക്കൻ മുരിയണത് കണ്ടാ? എടാ കാട്ടി, നീ പോയതിന് ശേഷമാണ് ഞാൻ ഓർമ്മിച്ചത്, 2 സവാള കൂടി ഉണ്ടായിരുന്നെങ്കിൽ ചിക്കൻ ജോറായേനെ. ഈ ചിക്കൻ കഴിച്ചിട്ട് വേണം രാജീവ് സാറ് ആൻഡപ്പന്റെ സ്വന്തം ആളാകൻ. പോയിട്ട് വാ. എന്താ നിന്റെ പേര്? പറഞ്ഞോടാ. കാട്ടി. സാറേ, കൊച്ചു പയ്യനാണെന്ന് നോക്കണ്ട, അവൻ ഈ കാടിന്റെ എല്ലാ മുക്കുമൂലയും അറിയാം.
കൊണ്ട് ചോദിച്ചറിയാൻ പറ്റും. നിന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നല്ലോ ആ കാളി. தெரியாது சார் தெரியாது சார் എന്നാ தெரியாது சார் തെരഞ്ഞാലും നീ ഒന്ന് சொல்ல മാട്ടണ്ടാ. അവന്റെ അപ്പന് കാശെണ്ണി കൊടുത്തിട്ടാണ് അയ്യപ്പൻ അവനെ മേടിച്ചത്. പുരിഞ്ഞതാ? അവൻ എങ്ക പോണാലും അയ്യപ്പൻ അവനെ പൊക്കോടാ. പോയാ സാർ ഇന്നലെ തന്നെ ജോയിൻ ചെയ്യുമെന്നാണ് ഞങ്ങൾ കരുതിയത്. കോശി ജോർജ് ബഷീർ. ഓക്കെ. ഞാൻ രാജീവ് മേനോൻ, നാട് പെരുമ്പാവൂർ. തീരെ പ്രതീക്ഷിക്കാത്ത ട്രാൻസ്ഫർ ആയതുകൊണ്ട് എത്ര നാളിവിടെ കാണുമെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ ഉടനെ ലീവ് എടുക്കും. അതെന്താ സാർ, സാധാരണ ഇവിടേക്ക് പോസ്റ്റിംഗ് കിട്ടാനാ പിടിവലി. അതെന്താ? അല്ല അത് പിന്നെ സാറേ ഫോറസ്റ്റ് சச்சாதானி സാറ് കൊടുക്കണം കേട്ടോ സാറേ. ഞങ്ങളൊരു എക്സ്പ്രസ് എന്നാ വിളിക്കുന്നേ. സൂപ്പർ ഫാസ്റ്റ് പോലും തോറ്റുപോകുന്ന ഒടുക്കത്ത് ഓട്ടോല്ലേ ഈ ചെക്കൻ്റെത്. ഇവനാ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു സഹായി. ശമ്പളം കിട്ടുമ്പോ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്താ മതി. നമ്മുടെ കാര്യങ്ങളൊക്കെ മണി മണി പോലെ നടന്നു പോകും. കാട്ടിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? അപ്പാവും അമ്മാവും പിന്നെ തങ്കച്ചും. അണ്ണൻ കോയമ്പത്തൂർ വേല. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. കോയമ്പത്തൂരിൽ നിന്ന് ഇവന്റെ അണ്ണൻ അയക്കണ കാശുകൊണ്ട് അപ്പം ഫുൾ ടൈം 4 കാലിലാ, അമ്മ കിടപ്പിലും. ഇവന് കിട്ടുന്ന ചില്ലറ കൊണ്ടാ സാറേ 4 പേരും കഴിഞ്ഞു പോകുന്നത്. ശരി, എനിക്ക് ഈ കാടൊക്കെ ഒന്ന് കാണണം. എന്തു പറയുന്നു? ശരി സാർ, ഇപ്പൊ പോലാമാ? ഇപ്പൊ വേണ്ട, വേറെ ദിവസം ഞാൻ പറയാം. ശരി സാർ. ഹലോ, ഫോറസ്റ്റ് ഓഫീസ്. കാറ്റിനൊപ്പമെന്ന് തോന്നിക്കുന്ന അവന്റെ വേഗതയാണ് ആദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ദുർഘടമായ കാട്ടുപാതകളിലൂടെയും മലമേടുകളിലൂടെയും അനായാസേനെ അവൻ കുതിച്ചു പായുന്നു, ഒരു കലമാനെ പോലെ. വളരെ പെട്ടെന്ന് തന്നെ അവനും ഞാനുമായി അടുത്തു. ആ കാടിന്റെ മുക്കും മൂലയും വരെ അവൻ എനിക്ക് കാണിച്ചു തന്നു. നടത്തത്തിൽ പോലുമുള്ള അവന്റെ വേഗതയ്ക്കൊപ്പമെത്താൻ ഫോറസ്റ്റ് ഓഫീസർമാർക്കായുള്ള പല ട്രെയിനിങ്ങുകളും കഴിഞ്ഞ ഞാൻ പോലും ബുദ്ധിമുട്ടി.
ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാവണം വൈകുന്നേരം മുതലേ വിമലിന് പനി കൂടിയിരുന്നു. രാത്രി അതങ്ങ് വഷളായി. ഞാൻ അടുത്തില്ലാത്തതുകൊണ്ട് കൃഷ്ണ വല്ലാതെ പരിഭ്രമിച്ചു. ആന്റപ്പാ, ആന്റപ്പാ, ആന്റപ്പാ. എന്നാച്ചമ്മ? മോന് വല്ലാത്ത പനി. രാജുവേട്ടൻ ഇതുവരെ വന്നിട്ടുമില്ല. നിങ്ങൾ കവളപ്പെടാതെ, ഞാൻ ഡോക്ടറെ കൂപ്പിട്ട് വരാം. അത് മോന് ഇച്ചിരി പനിയായിപ്പോയി. പേടിക്കാനൊന്നുമില്ല. കൃഷ്ണക്കുഞ്ഞിന്റെ ബേളം കേട്ട് ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും കാട്ടി ഓടിച്ചെന്ന് ഡോക്ടറെയും കൂട്ടിയിട്ട് വന്നു. അകത്ത് ചികിത്സ നടക്കുക. ഡോൺ വറി, വെച്ചുകൊണ്ടിരിക്കാതെ രാത്രി തന്നെ എന്നെ വിളിച്ചുകൊണ്ട് പ്രശ്നം സീരിയസ് ആയില്ല. പിന്നെ ഈ മെഡിസിൻസ് രാവിലെ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. വൈകിട്ടത്തേക്ക് ശരിയായിക്കോളും. താങ്ക്സ് ഡോക്ടർ. താങ്ക്സ് എനിക്കല്ല, ദേ ഇവനോട് പറഞ്ഞാൽ മതി. എന്തൊരു സ്പീഡായിരുന്നോ തനിക്ക്. കാറിൽ ഞാനിങ്ങ് വരുമ്പോഴേക്കും ഇവനിങ്ങ് എത്തിക്കഴിഞ്ഞു. ഏയ് അതൊന്നും വേണ്ട. അല്ല ഡോക്ടർ, പണമൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ വന്നത്. അങ്ങനെയാണെങ്കിൽ ആദിവാസികളും പാവപ്പെട്ടവരും മാത്രമുള്ള ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതും നല്ല പേരും സർവീസും ഉള്ളവരെ കാത്ത് 5 സ്റ്റാർ ആശുപത്രികൾ വലവീശിയിട്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ. ഇനി നിർബന്ധമാണെങ്കിൽ ഞാനിവിടെ ഒരു ട്രൈബൽ വെൽഫെയർ ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. സംഭാവന അതിലേക്കാവാം. പക്ഷേ അവിടെയുണ്ട് ഒരു കുരുക്ക്. ഞാൻ രസീത് എടുത്തിട്ടില്ല. ഞാൻ നാളെ ഡോക്ടറെ വന്ന് കണ്ടോളാം. ഓക്കെ, ബൈ. നല്ലവനാ സാറേ, സാധുക്കളോട് കരുണയുള്ളവനാ. പക്ഷെ എൻ്റെ ഉപ്പിൻ്റെ അസുഖം മാത്രം ഇപ്പോഴും മാറ്റി തന്നിട്ടില്ല. തൂങ്ങ്, നല്ല തൂങ്ങ്. തമ്പിക്കൊന്നുമേ വരാത്. ആ മുത്തിയമ്മാവുക്ക് പുകല നിന്നിருக்கு. തമ്പിക്കൊന്നുമേ വരാത്. അമ്മ കാപ്പാത്തും. കണ്ടോ അവന്റെ പ്രാർത്ഥന കണ്ടോ? നമ്മുടെ രീതിയൊന്നുമല്ല. ഉറക്കെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് ബഹളം വെച്ച അവരുടെ പ്രാർത്ഥന. വിധേയത്വവും ഭക്തിയുമാണ് ഇവരുടെ മനസ്സിൽ മുഴുവൻ. തങ്ങളെല്ലാവരിലും കീഴെയാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിധേയത്വം. തങ്ങളെ കാത്തുരക്ഷിക്കാൻ മുത്തിയമ്മയ്ക്ക് ബാധ്യതയുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഭക്തി. കൺമുന്നിൽ കാണുന്ന നീതികേടുകളോട് പ്രതികരിക്കാനാവാതെ മനസ്സിലടക്കി വെച്ചിട്ട് അതെല്ലാം മുത്തിയമ്മയ്ക്ക് മുന്നിൽ തുറന്നുവിടും. ദേഷ്യപ്പെടും, ചീത്ത വിളിക്കും, പിന്നെ ക്ഷമ പറയും. കടുവളെ കാപ്പാത്തുങ്ക, കടുവളെ കാപ്പാത്തുങ്ക.
அந்த குழந்தை அவரோட அப்பாவே அவரோட அம்மாவே என்ன என் அம்மாவே என் தங்கச்சியே என் அப்பாவே எங்க ஊருக்காரங்களே எல்லாரையும் காப்பாத்துறீங்க காப்பாத்துறீங்க கடவுളെ കാപ്പാത്തുരങ്ക. കണ്ടില്ലേ അവൻ്റെ പ്രാർത്ഥന? അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ ചീത്ത കാര്യങ്ങൾക്കും പിന്നിൽ മുത്തിയമ്മയെ കാരണക്കാരി എന്ന ലൈനിൽ അടിച്ചമർത്തപ്പെട്ടവന് പ്രതികരിക്കാനൊരിടം. അതല്ലേ ഇവരെ ഹരിജനങ്ങളെന്ന് വിളിക്കുന്നത്? ഹരി എന്നാൽ മഹാവിഷ്ണു, ദൈവം. ഇവർ ഹരിജനങ്ങൾ, ദൈവത്തിൻ്റെ മക്കൾ. നമ്മന്റെ അടുത്തവന്റെ പറഞ്ഞ മനസ്സിലാക്കിക്കടാ ശവം എന്നെ ശരിയാക്കണം. കേറാ വണ്ടിയില് ശരിയാക്കണം. അതാ സൂക്ഷിച്ച. ഞാൻ പോയി കൊഞ്ചം തേനെടുത്ത് വരെ. കാട്ടുവാസിയായി പോയതുകൊണ്ടാ, ഇല്ലെങ്കിൽ ഇവൻ ഓട്ടത്തിൽ ഒളിമ്പിക്സ് നേടിയേനെ. ഇങ്ങനെ കഴിവുള്ള എത്രയോ പേര് ആരും ശ്രദ്ധിക്കപ്പെടാതെ എവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും ഇല്ലേ രാജുവേട്ട? പാവങ്ങള്. ഇവരെയൊക്കെ കാണാനും ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ കേൾക്കാനും ആർക്കും കണ്ണില്ല, ദൈവത്തിന് പോലും. ദിവസങ്ങളായി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കൃഷ്ണ പറഞ്ഞത്. ഒരു ഭാരതീയൻ എന്ന നിലയിൽ കാട്ടിയുടെ വേഗത രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് എനിക്ക് തോന്നി. അവനെ ഒരു സ്പോർട്സ് സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കണം. അതിനാദ്യം അവൻ്റെ താല്പര്യം അറിയണം. പഠിക്കാൻ ഇഷ്ടമാണോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു. ஆனா நான் படிக்கிறதுக்கு போனா என் அம்மாவும் தங்கச்சியும் யாரு காப்பாத்துங்க சார்? நான் போனா பசி தாங்காதே அவன் சத்து போயிடும் சார். வேணாம் சார், எனக்கு படிக்க வேணாம் சார். வேண்டாம் சார், എനിക്ക് പഠിക്ക വേണ്ടാം സാർ. സ്പോർട്സ് സ്കൂളിൽ ഞാൻ അന്വേഷിച്ചു. നിങ്ങളെപ്പോലുള്ള കുട്ടികളുടെ പഠന ചെലവ് സർക്കാരെ വഹിക്കുന്നു. അവിടുന്ന് സ്റ്റൈപ്പൻഡും കിട്ടും. മിടുക്കനാണെങ്കിൽ സ്കോളർഷിപ്പും. ആ പൈസ കൊണ്ട് അമ്മയെ അനീത്തിയെ സംരക്ഷിക്കാം. അനീത്തിയെ സ്കൂളിൽ വിട്ടാൽ അവൾക്കും കിട്ടും സ്റ്റൈപ്പൻഡ്. സാർ എന്നവോ சொல்லுங்க സാർ, ഒന്നുമേ പുരിയില്ലേ. കൂടുതലൊന്നും പുരിയണ്ട. അമ്മയും തങ്കച്ചിയും പോറ്റാൻ പറ്റിയ പഠിക്കുന്നതിന് വിരോധമില്ലല്ലോ. ഇല്ല.
മേ കമിൻ സർ? യെസ്. ഇരിക്കൂ. ഞാൻ ഫോൺ വിളിച്ചിരുന്നു, ഒരു ആദിവാസി കുട്ടിയുടെ കാര്യം പറഞ്ഞ്. ഓ, മിസ്റ്റർ രാജീവ് അല്ലേ? അതെ, കാട്ടി എന്നാണ് അവൻ്റെ പേര്. നമ്മൾ നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന കാട്ടുപാതയിലും മലമുകളിലും അവൻ അനായാസന് ഓടിക്കയറും. സത്യം പറഞ്ഞ അവനോളം വേഗതയുള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ വേഗത നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് തോന്നി. അതാ ഞാൻ ഈ സ്പോർട്സ് സ്കൂളിലേക്ക് തന്നെ വന്നത്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ കുട്ടിക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇത്തരം അപരിഷ്കൃത സമൂഹത്തിൽ നിന്ന് വരുന്ന കുട്ടി ഇവിടുത്തെ സാഹചര്യങ്ങളുമായി എങ്ങനെ ഇണങ്ങിച്ചേരുമെന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. അതിന് കുറച്ച് സമയമെടുത്തേക്കാം. ബട്ട് ഐ എം ഷുവർ ഹീ ക്യാൻ ഡു സംതിങ് ഫോർ ഇന്ത്യൻ അത്ലറ്റിക്സ് ആൻഡ് ഹി വിൽ ബി ആൻ അസറ്റ് ടു യുവർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആയിരിക്കാം. പക്ഷേ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? ബർത്ത് സർട്ടിഫിക്കറ്റോ? എന്നാ അവൻ ജനിച്ചതെന്ന് ചോദിച്ചാ 72 തുലാവർഷം തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പാ എന്ന് പറയുന്ന സമൂഹ അവൻ്റേത്. നമ്മുടെ രാജ്യത്ത് ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് കണ്ടെത്തുന്നത് വോട്ടവകാശത്തിന് പ്രായമാകുമ്പോഴാണല്ലോ. അത് കഴിഞ്ഞാലും അടുത്ത തെരഞ്ഞെടുപ്പ് വരണം. ഇങ്ങനെ കുറേ ആത്മാക്കൾ അലഞ്ഞു തിരിയുന്നുണ്ടെന്നുള്ള ഓർമ്മ ചിലർക്കെങ്കിലും ഉണ്ടാവാൻ. ശരിയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊക്കെ ഈ വ്യവസ്ഥയുടെ പാർട്ടായി പോയില്ലേ? ചെയ്യാനൊക്കെ പറ്റും സാർ. എൻ്റെ ആരുമല്ലാത്തൊരു കുട്ടിക്ക് വേണ്ടി ഒരു ദിവസത്തെ ലീവെടുത്ത് എനിക്കിവിടെ വരാൻ തോന്നില്ലേ? പണം ചെലവഴിക്കാൻ മനസ്സ് വന്നില്ലേ? അതുപോലെ കുറച്ചുപേര് വിചാരിച്ചാൽ മതി. കാട്ടിയെപ്പോലെ ചിലരെങ്കിലും വളർന്നു വരും. ഉയരങ്ങളിലെത്തുമ്പോൾ അവർ തങ്ങളുടെ സമൂഹത്തെ ഓർത്താൽ മതി. ഒരു സംവരണത്തിനും കഴിയാത്ത വിധത്തിൽ അടിമവർഗത്തിന് വളർന്നു വലുതാവാൻ. അതിനൊരു കൈ സഹായം. എന്നേക്കാൾ ഇതൊക്കെ സാധിക്കുന്നത് നിങ്ങൾ അധ്യാപകർക്കാ. 100 രാഷ്ട്രീയക്കാർ വിചാരിച്ചാലും ഉണ്ടാവാത്തൊരു വിപ്ലവം സൃഷ്ടിക്കാൻ ഒരു ഗുരുവിന് കഴിയും. ഞാനുദ്ദേശിച്ചത് ഒളിഞ്ഞിരുന്ന് വിദ്യ പഠിച്ച അധകൃതന്റെ പെരുവിരൽ ഗുരുദക്ഷിണയായി അറുത്തുവാങ്ങി വരേണ്യവർഗത്തിന് കാഴ്ചവെച്ച ഗുരുപാരമ്പര്യമല്ല. കൃഷ്ണനും നബിയും ബുദ്ധനും ഗാന്ധിജിയും അടങ്ങുന്ന ഗുരുസാഗരത്തെ. യെസ്, ഞാൻ നിങ്ങളോട് 100% യോജിക്കുന്നു. ഞാൻ ചെയ്യാം. പക്ഷെ നിയമത്തിൻ്റെതായ ചില നൂലാമാലകൾ. നൂലാമാലകൾ എവിടെ ഉണ്ടാവും സാർ. പക്ഷെ അതിന്റെ പേരിൽ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത് രാജ്യാന്തര വേദികളിൽ പോലും ഭാരതത്തിന്റെ യശസ് ഉയർത്താൻ കെൽപ്പുള്ള ഒരു കായികതാരത്തെയാവാം. സാറിനെ പോലെ ഒരാളോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ലോക അത്ലറ്റിക്സിൽ മുന്നിലെത്തിയിട്ടുള്ള പലരും സമൂഹത്തിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ളവരാ. എന്തിനധികം ഈ കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ അഭിമാനമായ ശാന്തി എന്ന യുവതാരം വന്നത് അടച്ചുറപ്പ് പോലുമില്ലാത്ത ഒരു ചെറ്റക്കുടിലിൽ നിന്നായിരുന്നു. എന്ത് പോഷകാഹാരം കഴിച്ചിട്ടാ സാറേ അവൾക്ക് ഈ നേട്ടം സ്വന്തമാക്കാൻ പറ്റിയത്? നത്തിങ് ബട്ട് ടാലന്റ്. ഇങ്ങനെ എത്രയോ പേർ ആരാലും അറിയപ്പെടാതെ കിടക്കുന്നു. ലോകരാജ്യങ്ങളിൽ പോപ്പുലേഷനിൽ 2ാം സ്ഥാനമുള്ള ഇന്ത്യയിൽ നിന്ന് അത്ലറ്റിക്സിൽ എന്തുകൊണ്ട് ഇതുവരെ ഒരു വേൾഡ് ബീറ്ററെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല? സാർ ചിന്തിച്ചിട്ടുണ്ടോ? ഒറ്റ ഉത്തരവുള്ളൂ സാർ. താങ്കൾ നേരത്തെ പറഞ്ഞ നൂലാമാലകൾ. കഴിവുള്ള ഒരാൾ ഉയരാൻ ശ്രമിക്കുമ്പോൾ തന്നെ അവനെ വരിഞ്ഞു മുറുക്കുകയാണ് നിയമത്തിൻ്റെതായ നൂലാമാലകൾ. ഇത് അവൻ്റെ ചില ഫോട്ടോസും സിഡിയുമാണ്. ഒന്ന് കണ്ടു നോക്കിയാൽ അവൻ എത്രത്തോളം എലിജിബിൾ ആണെന്ന് സാറിന് മനസ്സിലാവും. എന്നിട്ട് ചിന്തിക്കൂ, നൂലാമാലകളെ എങ്ങനെ മറികടക്കാമെന്ന്. ഓക്കെ, ഞാൻ കാണാം. എന്തായാലും വരുന്ന മൺഡേ താങ്കൾ കുട്ടിയുമായി ഇവിടെ വരണം. ഞാൻ വേണ്ടത് ചെയ്യാം. താങ്ക് യു സാർ. ഇന്നെന്താ ആൻ്റെപ്പം തന്നെ സാധനങ്ങൾ വാങ്ങാൻ പോകാൻ തീരുമാനിച്ചോ? കാട്ടിയെവിടെ? അവൻ ഇന്നലെ നേരത്തെ പോയി സാറേ. മോൻ്റെ പനി പകർന്നെന്നാ തോന്നുന്നത്. ഇന്ന് കണ്ടില്ല. ഉപ്പ് തൊട്ട് കറിവേപ്പില വരെ വാങ്ങാൻ കിടക്കുന്നു. ഞാൻ തന്നെ പോകാൻ തീരുമാനിച്ചു. പനിയോ? അതല്ലേ അവൻ ഇന്നലെ നേരത്തെ പോയത്. ആൻ്റെപ്പനോട് നിൽക്കേ. നമുക്ക് കാട്ടിയുടെ കുടിൽ വരെ ഒന്ന് പോകണം. ആ ഡോക്ടറെ വിളിക്കും. ഞാൻ ഈ വേഷം ഒന്ന് മാറിയിട്ട് വരാം.
കാട്ടി സാർ പതുക്കെ കാട്ടി കാട്ടി காட்டி ஏம்மா காட்டு இல்லையா? யாரு? நாங்க காட்டுக்கு பனின்னு தெரிஞ்சு வந்தாச்சு. அவனோட அப்பா நேத்து டாக்டரை பார்க்கறதுக்கு கொண்டு போயாச்சு, ഇനി വരില്ല. ഇന്നലെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. എന്നിട്ട് എന്റെ അടുത്ത് വന്നില്ലല്ലോ. இந்த അയ്യപ്പനും കൂടെ ഇരുന്നത്. അയ്യപ്പനോ? ആമാച്ചാ. ആരാ അയ്യപ്പൻ? ഒരു പറയാം. ഇതിലെന്തോ ചതിയുണ്ട്. അയാള് ഈ ആദിവാസി കോളനിന്ന് കുട്ടികളെ വിലയ്ക്ക് വാങ്ങി മറച്ചു വെക്കുന്ന ഏജന്റ്. ഇനിയും താമസിച്ചാൽ കാട്ടിയെ നമുക്ക് തിരിച്ചു കിട്ടില്ല സാർ. അവന്റെ അപ്പൻ മരുതിനെ നമുക്ക് ഇന്ന് തന്നെ കണ്ടുപിടിക്കണം സാർ. കാട്ടി എവിടെ നിന്ന് നിന്നെ കൊണ്ട് പറയിപ്പിക്കൂടാ ഞാൻ. സാർ ഇവനാ സാർ മരുത്. പറയടാ, എവിടെ കാട്ടി? എനിക്ക് തെറിയാ സാർ. നിനക്കറിയില്ലല്ലേ? പറടാ. സത്യം പറയണം, ഇല്ലെങ്കിൽ നിന്നെ തൂക്കിയെടുത്ത് അകത്തിടും ഞാൻ. വേണു സാർ, അവന് ഞാൻ അയ്യപ്പക്ക് വിട്ടാച്ച്. അയ്യപ്പൻ എനിക്ക് 1000 രൂപ തന്നാച്ച്. 1000 രൂപയ്ക്ക് വേണ്ടി ഒരച്ഛൻ തന്റെ മകനെ വിൽക്കാന്ന് വെച്ചാ? ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല സാർ. പരിഷ്കാരികളെന്ന് അഭിമാനിക്കുന്ന നമ്മളെപ്പോലുള്ളവരെ തന്നെയാ ഇവരെ ഇങ്ങനെ ആക്കിയത്. സമൂഹത്തിലെ മാന്യന്മാരാ ഇവരുടെ മക്കളെ വിലയ്ക്ക് വാങ്ങി അടിമപ്പണി ചെയ്യിക്കുന്നത്. കാശ് നൽകി വാങ്ങാൻ ആളുള്ളതുകൊണ്ടാ ഇവനെ പോലുള്ളവരെ കുട്ടികളെ പെറ്റുകൂട്ടുന്നത് തന്നെ സാർ. കാട്ടിയെ ഇനി എങ്ങനെ കണ്ടുപിടിക്കാൻ? വേണ്ട സാർ, അതൊക്കെ വളരെ അപകടം പിടിച്ച വഴികളാണ്. കാട് സംരക്ഷിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള വഴികൾ. അറിയാം, ഇരയുടെ മണം പിടിച്ച ആർത്തിയോടെ കാത്തിരിക്കുന്ന കാട്ടുമൃഗങ്ങൾ പോലും ഇത്തരക്കാരുടെ ക്രൂരതയ്ക്ക് മുന്നിൽ ഒന്നുമല്ലെന്ന് എനിക്കറിയാം. എന്നാലും എനിക്കവനെ കണ്ടെത്തിയേ പറ്റൂ. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവനെ സ്പോർട്സ് സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാൻ എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഈ രാജ്യത്തോട് എനിക്കുള്ള കടമയാണത്. അങ്ങനെയാണെങ്കിൽ അയ്യപ്പൻ അവനെ കൊണ്ടുപോയിരിക്കുന്നത് കൊച്ചിയിലേക്കാവും. ബാലവേല നിരോധിച്ചിരിക്കുകയാണെന്ന് നിയമം പറയുമെങ്കിലും ചെറുകിട ലോഡ്ജുകളും മറ്റും കേന്ദ്രീകരിച്ച് കുട്ടികളുടെ വിൽപ്പന ഇപ്പോഴും നടക്കുന്നുണ്ട് അവിടെ. കൊച്ചി MLA ശിവൻകുട്ടി എന്റെ ക്ലോസ് ഫ്രണ്ടാ. ആ വഴിക്കും ശ്രമിച്ച എങ്കിൽ ഞാൻ ഇന്ന് തന്നെ തിരിക്കുകയാണ്. ശിവൻകുട്ടിയെ വിളിച്ച് ഡോക്ടർ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു തന്നാൽ മതി. നിന്നോട് നിൽക്കാൻ പറഞ്ഞു. കണ്ടേ നീ വലിയ ഓട്ടക്കാരനാണെന്ന് എനിക്കറിയാം. നിന്റെ ആ മിടുക്കണ്ടിട്ടല്ലേ നിന്നെ ഞാൻ എനിക്ക് വേണമെന്ന് പറഞ്ഞത്.
പട്ടിയെ പോലെ നിന്ന് അണയ്ക്കാതെ ഇവന്റെ ആ സ്റ്റാമിന കണ്ടു പഠിക്കേ. മിടുക്കനാവൻ, മിടുക്കൻ. ഇവന്റെ സ്റ്റാമിന അയ്യപ്പനടുത്ത് കാണിച്ചാലുണ്ടല്ലോ വിവരം അറിയുവൻ. അതുകൊണ്ട് ഇനി രക്ഷപ്പെടാന്ന് വിചാരിച്ച നിന്റെ 2 കാലും ഞാൻ എടുക്കും. വിൽക്കാൻ പറ്റാത്ത കുട്ടികളെ ഞങ്ങൾ എന്താ ചെയ്യുന്ന അറിയാമോ? വികലാംഗനാക്കി പിച്ചതണ്ടാലെടുത്തും അങ്ങ് പളനിയില് തൂക്കിയെടുത്ത് വണ്ടി കേട്ടറാ. അവിടെ മിണ്ടോ നിക്കണോടാ. തൃശ്ശൂര് വഴിയൊന്ന് കറങ്ങിയപ്പിക്കിട്ട കൊച്ച ഒരു കാഡ്ബറീസിന് ചെലവ് പയ്യൻ കൂടി ഇങ്ങോട്ട് പോകുന്നു. ഇവനെ പോലൊരു ചെക്കനെ കയ്യിൽ കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സാറേ. എന്റെ ഒരു ഭാഗ്യം. ഇവനെ വെച്ച് കുറച്ച് കാശ് ഉണ്ടാക്കണം. ഉണ്ടാക്കും. അയ്യപ്പനാള് പുലിയല്ലേ. പക്ഷേ ഇത്രയും സുന്ദരനായ ഇവനെ വേലക്കെടുക്കാൻ ആരാ തയ്യാറാവാ? നമ്മള് സിനിമയൊന്നും പിടിക്കുന്നില്ലല്ലോ. പിന്നെ ഒരു വഴിയേ ഉള്ളൂ. ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് വൃത്തിയേടാക്കി പിച്ചക്കാരോടൊപ്പം വിടാം. മേക്കപ്പിന് നല്ല ഒറിജിനാലിറ്റി വേണം, നിർബന്ധം അത്. നല്ല കണ്ണുകൾ. காட்டி காளி இங்கேயும் எங்கேயும் தப்பிச்சு போக முடியாது. இது முத்தியமா நமக்கு தந்த சாபம். நாளை காலை யாரோ ஒரு ஆள் வராங்க என்ன கொண்டு போறதுக்கு. யாரு உன்னை எங்க கொண்டு வரேன்? வேலை செய்யறதுக்கு. தூர ஏதோ இடத்துலேக்கு கொண்டு போறேன். அதுக்கப்புறம் உன்னை பார்க்கவே முடியாதா? കൊച്ചി അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെയും ആധുനിക സാങ്കേതിക വിദ്യകളുടെയും ഹൈടെക് നഗരം. ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളുടെയും ക്രിമിനലുകളുടെയും സ്മാർട്ട് സിറ്റി. നഗരത്തിലെ കോൺക്രീറ്റ് സൗധങ്ങളിലോ വികസനത്തിനൊപ്പം തന്നെ മുളച്ചു പൊന്തുന്ന ചേരികളിലോ എവിടെയോ കാട്ടിയുണ്ട്, ജീവനോടെയോ അല്ലാതെയോ. അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി, നിയമപാലകരുടെ കൈകൾ പണം കൊണ്ടോ ഭീഷണി കൊണ്ടോ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഡോക്ടറുടെ സുഹൃത്ത് MLA ശിവൻകുട്ടി എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. ബാലവ്യാപാര മാഫിയയ്ക്കെതിരെ തെളിവ് നൽകാൻ ആരെങ്കിലും തയ്യാറായെങ്കിലേ മുൻപോട്ട് പോകാൻ പറ്റൂ. അന്വേഷണം സ്വയം ഏറ്റെടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ഒരു ഓട്ടോ ഡ്രൈവറാണ് എന്നെ ആ ചെറുകിട ഹോട്ടലിലേക്ക് കൊണ്ടുപോയത്. ബാലവേലയുടെ ഒരു റിക്രൂട്ടിംഗ് ഏജൻസി പോലെയായിരുന്നു ആ ലോഡ്ജ്.
ഡബിൾ റൂം. ആ പേരും അഡ്രസ്സും എഴുതിക്കോളൂ. പർപ്പസ് ഓഫ് വിസിറ്റ് എഴുതണം. ലോഡ്ജ് രജിസ്റ്ററിലെ പർപ്പസ് ഓഫ് ഇവിടെ വിസിറ്റ് sign എന്ന കോളത്തിന് നേരെ ലേബർ റിക്രൂട്ട്മെന്റ് എന്നെഴുതിയപ്പോൾ തന്നെ മാനേജർ കെണിയിൽ വീണു. അയാൾ എന്നെ വിടാതെ പിന്തുടർന്നു. സാറ് നടന്നോളൂ. ആ. വരണം സാർ. സാർ ഓ, അല്ല അതല്ല, ആ? ഈ രജിസ്റ്ററിൽ ലേബർ റിക്രൂട്ട്മെന്റ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. ഏത് തരം തൊഴിലാളികളെ സാറിന് വേണ്ടത്? എനിക്കങ്ങനെ വലിയ തൊഴിലാളികളൊന്നും ആവശ്യമില്ല. കോയമ്പത്തൂർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ റിസോർട്ടിലേക്ക് നല്ല ആരോഗ്യമുള്ള 3-4 പിള്ളേരെ കിട്ടിയാൽ മതി. തമിഴ് അറിയാവുന്നവരാണെങ്കിൽ നന്നായി. ഇത്രയുള്ള കാര്യം. സാറിന് എത്ര പിള്ളേരെ വേണമെന്ന് വെച്ചാൽ ഞാൻ റെഡിയാക്കി തരാം. ഇവിടുത്തെ ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ചെറിയ ചുറ്റുകളികളൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ. നല്ല കുട്ടികളെ കിട്ടിയാൽ കാശ് എത്ര വേണമെങ്കിലും മുടക്കാൻ ഞാൻ തയ്യാറാ. എന്നാ സാറ് വേഗം കുളിച്ച് റെഡി ആയിക്കോ. ഇന്ന് വൈകുന്നേരം തന്നെ പറ്റിയ പാർട്ടീസിന്റെ അടുത്ത് സാറിനെ ഞാൻ കൊണ്ടുപോയി കാണിച്ചിരിക്കും. ആ സാർ ഇവിടെ നിന്നാൽ മതി, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ശരി. ആ, സാർ ഒരു മിനിറ്റ്, ഞാൻ പിന്നെ വിളിക്കാം. 2-3 കുട്ടികളെ അവർ റെഡിയാക്കിയിട്ടുണ്ട്, നമുക്കൊന്ന് കണ്ടാലോ? ഉം. സാർ ഇവരാണ് പിള്ളേര്. അല്ല, കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള പിള്ളേരൊന്നുമില്ലേ? ഇതൊക്കെ ഒരുമാതിരി പേക്കോലം പിടിച്ച പോലെ. എന്റെ പൊന്നു സാറേ, നല്ല ഭക്ഷണം കൊടുത്ത 4 ദിവസം കൊണ്ട് ഇവന്മാരൊക്കെ നല്ല കൊഴുത്ത കാളക്കുടിനെ പോലെ ആവൂലേ? തിന്നാനും കുടിക്കാനൊന്നും ഇല്ലാഞ്ഞിട്ടല്ലേ സാറേ ഇവന്മാർ ഈ പണിക്കിറങ്ങുന്നത്. പിള്ളേര് ഓക്കെ ആണല്ലോ അല്ലേ? എങ്കിൽ പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം. വാ സാറേ, വരും. ഇവർക്ക് 3 കുട്ടികളെയാണ് വേണ്ടത്. ഒരാൾക്ക് 5000 വെച്ച് 15000 രൂപ അഡ്വാൻസ്, പിന്നെ 2000 രൂപ ശമ്പളം. അത് ഞങ്ങളുടെ ആൾ വന്ന് വാങ്ങിച്ചോളും. പിള്ളേർക്കൊന്നും കൊടുക്കണ്ട. ശരി ശരി, അങ്ങനെയാണെങ്കിൽ നാളെ പണമായിട്ട് വരാം. 5000 രൂപ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ആരോഗ്യമുള്ള കുട്ടികളെ വേണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നത് തെറ്റൊന്നുമില്ലല്ലോ. വേണമെങ്കിൽ കൂടുതൽ പണം തരാനും ഞാൻ തയ്യാറാ. എന്റെ പൊന്നു സാറേ, അങ്ങനെയാണെങ്കിൽ നാളെ സാർ വരുമ്പോഴേക്കും 1 ഡസൻ കുട്ടികളെ അയ്യപ്പ റെഡിയാക്കിയിരിക്കും. സാറിന് നോക്കി സെലക്ട് ചെയ്യാമല്ലോ. എന്താ? ഓക്കെ. ബാലവ്യാപാരത്തിന്റെ വേരുകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഞാൻ ശിവൻകുട്ടിയുടെ സഹായത്തോടെ ജില്ലാ കളക്ടറെ കണ്ട് പരാതി നൽകി. കാര്യങ്ങൾ ബോധ്യപ്പെട്ടതോടെ അവർ ഉണർന്നു പ്രവർത്തിച്ചു. നിയമം ജോലികൾ ആരംഭിച്ചു.
എഴുന്നേക്ക് മക്കളെ. നിക്കടാ, 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 അവിടെ നിക്ക്. നിക്കടാ, നിക്കടാ, നിക്കടാ. അവിടെ ഫ്രെഡറിക് ഡിസൂസ, ദക്ഷിണേന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ബാലവ്യാപാര മാഫിയയുടെ തലവൻ. കുടുങ്ങുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? രക്ഷിക്കണം. ഞാൻ എന്തു വേണമെങ്കിലും തരാം സാർ. എന്നെ പോകാൻ അനുവദിക്കണം. എന്തു തരും? എന്തും തരും സാർ. എങ്കിൽ നീ തല്ലിക്കൊഴിച്ച ബാല്യങ്ങൾ തിരിച്ചു നൽകാൻ നിനക്ക് കഴിയൂ. മക്കളെ കാണാതായ വിഷമത്തിൽ നീറി നീറി ജീവിക്കുന്ന അമ്മമാരുടെ കണ്ണീരില്ലാതാക്കാൻ നിനക്ക് കഴിയൂ. വേണ്ട. കണ്ണു ചൂഴ്ന്നെടുത്തും കാല് മുറിച്ചു കളഞ്ഞും നീ തെരുവിലിരുത്തിയ ഒരുപാട് കുട്ടികളുണ്ടല്ലോ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏതൊക്കെയോ ഉയരങ്ങളിൽ എത്തിപ്പെടേണ്ടിയിരുന്നവർ. അവരിൽ ഒരാളുടെ ഭാവി തിരിച്ചു കൊടുക്കാൻ നിനക്ക് കഴിയൂ. പറ്റില്ലല്ലേ? എനിക്കറിയാം നിനക്ക് കഴിയില്ലെന്ന്. നിനക്കെന്നല്ല ആർക്കും കഴിയില്ല. പണമെറിഞ്ഞും സ്വാധീനിച്ചും നിയമത്തിന്റെ സൂചിപ്പഴുതിലൂടെ രക്ഷപ്പെടുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വേണ്ട. നീതിപീഠം നിനക്ക് നൽകുന്ന പരമാവധി ശിക്ഷ വാങ്ങിച്ചു തരാൻ ഞാൻ എത്തും കോടതിയിൽ, ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വക്കീലുമായി. റെയ്ഡ് പൂർത്തിയായിട്ടും കാട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ തങ്ങളുടെ പിടിയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടെന്ന് അയ്യപ്പൻ കൂട്ടരൻ തറപ്പിച്ചു പറഞ്ഞു. ഹലോ, ഞാനാ ഗോപകുമാർ. കാട്ടിയെ ഇതുവരെ കണ്ടെത്താനായില്ല. ഓരോ ഇൻഫർമേഷൻ ചെല്ലുമ്പോഴും അത് വേറെ കുട്ടികളായിരിക്കും. കാട്ടിയെ ഊർജിതമായി അന്വേഷിക്കുന്നതുകൊണ്ട് മറ്റൊരു ഗുണമുണ്ടായി. കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ എല്ലാവരും ഒന്ന് ഭയക്കുന്നുണ്ട്. അതേതായാലും നന്നായി. കാരണം ലോകമെമ്പാടുമുള്ള കാട്ടിയെപ്പോലുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരേ മുഖമാണ്. ഞാനിപ്പോൾ മോചിതരാകുന്ന അവരിൽ ഓരോരുത്തരിലും അവൻ്റെ മുഖം കാണാൻ ശ്രമിക്കുക. ഒരു വലിയ സോഷ്യൽ മൂവ്മെൻറ്റിനാണ് താൻ തുടക്കമിട്ടതെന്ന് അവൻ അറിയുന്നില്ലല്ലോ എന്നേ ഉള്ളൂ എനിക്ക്. ഡെസ്പാവുണ്ട് മിസ്റ്റർ രാജീവ്. ഏത് വിധത്തിൽ ഞങ്ങൾ അവനെ കണ്ടെത്തി താങ്കളെ ഏൽപ്പിച്ചിരിക്കും. നാളെ ഞാൻ മടങ്ങാം. ലീവ് തീർന്നു. പോകുന്നതിന് മുമ്പ് ഞാൻ വരുന്നുണ്ട് സാറിനെ കാണാൻ. സോറി, ഞാൻ അല്പം ലേറ്റായി പോയി. ഇരിക്കും. നാളെ തന്നെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. പോയിക്കോളൂ. താങ്കൾ ഇനി മടങ്ങിയാലും ഞങ്ങൾ ഈ ദൗത്യം അവസാനിപ്പിക്കില്ല. പത്രത്തിൽ ടിവിയിലും എല്ലാം കാട്ടിയുടെ ചിത്രം വന്നു കഴിഞ്ഞു. അധിക നാൾ അവൻ ഇനി ആർക്കും ഒളിപ്പിക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങളവരെ കണ്ടെത്തുമെന്ന്. സാർ ധൈര്യമായിട്ട് പോയിട്ട് വരൂ. താങ്ക്സ് സാർ, യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ഞാനൊന്നും ചെയ്തില്ല സാറേ, ഞാൻ വെറുതെ സപ്പോർട്ട് ചെയ്യുന്നു മാത്രം.
എങ്കിൽ ഒരു കാര്യത്തിൽ എനിക്ക് കടപ്പാടുണ്ട്. MLA സ്ഥാനമെന്ന നിയമസഭയിൽ പോയി പിന്തുണ നൽകാനും ബഹളം വെച്ച് എതിരാളിയെ നിലംപരിശാക്കാൻ മാത്രമുള്ളതല്ലെന്ന് സാർ എനിക്ക് കാട്ടിത്തന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ MLA എന്ത് ചെയ്തു എന്ന് എതിരാളികൾ ചോദിച്ചാ പറയാൻ എനിക്ക് ഈ ഒരു കാര്യം മതി. ഹലോ, സാർ നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കരുന്ന ഇവൻ അല്ലേ? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സമ്മതത്തോടെയായാലും അല്ലാതായാലും 18 വയസ്സ് തികയാത്ത കുട്ടികളെ പണിയെടുപ്പിക്കുന്നത് ശിക്ഷാർഹമാണ്. 20,000 രൂപ പിഴയും 2 വർഷം വരെ തടവും ലഭിച്ചേക്കാവുന്ന ഗുരുതരമായ കുറ്റകൃത്യം. സർക്കാർ ഉദ്യോഗസ്ഥരായ നിങ്ങളുടെ ജോലി പോലും നഷ്ടമാകും. ഇത്തവണത്തേക്ക് മാപ്പാക്കണം സാർ. ഇനി ഇത് ആവർത്തിക്കില്ല. அவங்களே ஒன்றும் செய்யாதுங்க சார். நான் தான் அந்த ஐயப்பனோடு தப்பிச்சு இவர்கிட்ட வேலை கேட்டு சொன்னது. இவங்க தான் சார் என்னை காப்பாத்துறது. നിന്റെ ഈ കയ്യിലെ മുറിവൊക്കെ എങ്ങനെ പറ്റിയതാ? ഇതൊന്നുമില്ല സാർ. അന്ത അയ്യപ്പനോട് തപ്പിക്കുമ്പോത് ഏതാതൊന്നും ആച്ച് അവളോതാ. ഓക്കെ, ആപത്തൊന്നും കൂടാതെ ഇവനെ തിരിച്ചു കിട്ടിയല്ലോ. ഇവർക്ക് മാപ്പ് കൊടുക്കല്ലേ സാർ? ശരി, കാട്ടി പോ. ശരി സാർ. താങ്ക് യു.